ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല്ലിൽ കമ്പിയിട്ട ഓരോ ആൾക്കാർ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ലാസ്റ്റ് വരെ ഈ വീഡിയോ കാണണം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ഒരു ജേണി തുടങ്ങിയിട്ട്, ഈ ഒരു ടീത്ത് ബ്രേസസ് ഇട്ട ഒരു ജേണി തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2.5-3 വർഷത്തോളം ആവും. കാരണം എൻ്റെ ടീത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മോണയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. മോണ റൂട്ടൊക്കെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 വട്ടമാണ് ഞാൻ ഇതിന് വേണ്ടി ട്രൈ ചെയ്തത്. 3-4 വട്ടം ഞാൻ ടീത്ത് ബ്രേസസ് ഇട്ട് ട്രൈ ചെയ്തായിരുന്നു. ഓരോ പ്രാവശ്യം ഇങ്ങനെ എടുത്ത് റിമൂവ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് ചെയ്യാണ്ട് വന്ന് പല്ലിലെ റൂട്ടുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ മോണകൾക്കൊക്കെ പ്രശ്നം വന്നിട്ട്, മോണയ്ക്കൊന്നും എൻ്റെ പല്ലിനെ പിടിച്ച് നിർത്താനുള്ള ത്രാണി പോലും ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആപ്പിൾ ദന്തൽ ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്കിലാണ് കാണിച്ചത്. ഇവിടെ വന്നതിന് ശേഷം തൃശ്ശൂർ. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസി ടൈമൊക്കെ ആയിരുന്നു. ഞാൻ ആ ഒരു ടൈം എൻ്റെ ബേബിയുള്ള സമയം തൊട്ട് തുടങ്ങിയ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്ന് വരെ എത്തിക്കുന്നു. ഇപ്പോൾ 2.5-3 വയസ്സാകാൻ പോകുന്നുണ്ട് എൻ്റെ ബേബിക്ക്. അപ്പോൾ ഇത്രയും വർഷക്കാലം എൻ്റെ ടീത്ത് അന്ന് ഇരുന്ന, അതായത് ബ്രേസസ് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ അലൈനർ ഇട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു ആ ഒരു രീതിയിൽ തന്നെ കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനൊരു മാറ്റം വന്നിട്ടില്ലെന്നാണ് ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ പോയി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അലൈനർ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ ഒരു ബ്രേസസ് ഇട്ടതിന് ശേഷം, ഇത് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അലൈനേഴ്സ് തരുന്നത്. അതായത് നമ്മൾ എത്ര വർഷം അത് ഇട്ടു എന്നല്ല, ഈ മുട്ടുകമ്പി നമ്മുടെ ഇതിൽ നിന്ന് ഊരുമ്പോൾ, ബ്രേസസ് ഇതിൽ നിന്ന് ഊരുമ്പോൾ, നമ്മുടെ ടീത്തിൽ നിന്ന് ഊരുന്ന സമയത്ത് ഈ നമ്മുടെ ടീത്ത് ഒരു സെറ്റായി കാണുമല്ലോ, കറക്റ്റ് പൊസിഷൻ അലൈൻമെൻറ്റിലൊക്കെ എത്തി കാണുമല്ലോ. അതേ സ്ഥലത്ത് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് അലൈനേഴ്സ് വരുന്നത്. ഈ അലൈനേഴ്സ് നമ്മൾക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം 1.5 അല്ലെങ്കിൽ 2.5 വർഷത്തോളം നമ്മളിത് ഫുള്ളായിട്ട് യൂസ് ചെയ്യണം. ആദ്യത്തെ 1.5 വർഷം നമുക്ക് ഫുൾ ടൈമും, പിന്നെ ബാക്കി നൈറ്റ് മാത്രം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോ ഡോക്ടേഴ്സും പറയുന്നത്. മസ്റ്റായിട്ട് ഞാൻ ചെയ്ത കുറേ അബദ്ധങ്ങളുണ്ട്, ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. കാരണം ഡോക്ടറിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഈ അലൈനേഴ്സ് നമ്മൾ ഊരിയിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത്, ഈ ബ്രഷ് ചെയ്യുന്ന സമയം, ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഊരിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അലൈനേഴ്സിലേക്ക് ക്ലാവുകൾ, അതായത് പല്ലിലുള്ള ആ ഒരു ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ക്ലാവ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ അലൈനേഴ്സ് ഭയങ്കര ഡേർട്ടി ആവും. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളൊരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം അതിനകത്ത് ഇട്ട് വേണം ഇത് സൂക്ഷിക്കാൻ. അതിനുശേഷം ഡോക്ടർ നമ്മളടുത്ത് മെയിനായിട്ട് പറയുന്ന ടീത്ത് ബ്രഷ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു തരും. അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ഒരിക്കലും നമ്മൾ ബ്രഷ് ചെയ്യണം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഒരിക്കലും അങ്ങനെയല്ല ബ്രഷ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്. പല്ലിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് ഇങ്ങനെ റൗണ്ടിൽ, മുകളിൽ ഇങ്ങനെ റൗണ്ടിൽ, അതുപോലെ തന്നെ അകത്ത് നമ്മുടെ ടീത്തിനകത്ത് നമ്മൾ സെയിം ഈ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യണം. എന്നാലേ പല്ലിൻ്റെ എല്ലാ ഇടകളിലും ഒക്കെ ക്ലീൻ ആകത്തുള്ളൂ. ഞാൻ അകത്തോട്ടൊക്കെ എനിക്ക് ഭയങ്കര പ്രോബ്ലം ഒക്കെ ആയിട്ടുണ്ട്. കാരണം അറ്റത്തൊരു പല്ല് വന്നിട്ട് ഭയങ്കര സംഭവമൊക്കെ ആയിരിക്കും. 2-3 ദിവസം കൊണ്ട് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. കാരണം മോണ പൊട്ടി, പിന്നെ എനിക്ക് ആ പല്ലിൽ കടിയൊക്കെ കിട്ടിയിട്ട് ആകെ ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ക്ലീൻ ചെയ്യണം. നിങ്ങൾ മസ്റ്റായിട്ട് വർഷത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്യണമെന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞത്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഗൈസ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഈ അലൈനേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അലൈനേഴ്സ് നമുക്ക് എപ്പോഴും യൂസ്ഫുള്ളായി തരുള്ളൂ. കാരണം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ടീത്തിനെ പിടിച്ച് സപ്പോർട്ട് ചെയ്തിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. മസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്താലേ നിങ്ങൾ ബ്രേസസ് ഇട്ടിട്ട് കാര്യമുള്ളൂ. ബ്രേസസ് ഇട്ടത് കൊണ്ട് കാര്യമുള്ളൂ. ഇത് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ജേണി ഇതാണ്. ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് ഇരുന്നത്, ഇപ്പോൾ ഇങ്ങനെ വന്നത്, ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.